തൃശ്ശൂരിൽ എൻ്റെ കേരളം മെഗാമേളയുടെ രണ്ടാം ദിനം സംഗീത സാന്ദ്രമായി. ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ അനുസ്മരണാർത്ഥം ജയരാജ് വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു സംഗീത നിശ. ഭാവഗായകൻ്റെ സ്മരണകൾ കോർത്തിണക്കിയപ്പോൾ കാഴ്ചക്കാർ ആസ്വാദകത്തിൻ്റെ വേറിട്ട തലം അനുഭവിക്കുകയായിരുന്നു. മലർവാക എന്നതിനെ മെയ് ഫ്ലവർ എന്ന് നമുക്ക് പറയാം. ആ പേരാണ് നമ്മൾ ഇതിനു വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ജയേട്ടൻ്റെ പാട്ടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജയേട്ടൻ്റെ പാട്ടുകളെല്ലാം നാം നമ്മുടെ ഹൃദയങ്ങളിൽ താലോലിക്കുന്നതാണ്, നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവിക്കുന്നതാണ്. 1965 എന്ന വർഷത്തിലാണ് മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പി ജയചന്ദ്രൻ്റെ ഹിറ്റ് ഗാനങ്ങൾ കാഴ്ചക്കാരുടെ മനസ്സിൽ വേനൽ മഴ പോലെ പെയ്തിറങ്ങി. സംഗീത സാന്ദ്രമായ രാവ് ആയിരങ്ങൾ ഏറ്റുവാങ്ങി. പി ജയചന്ദ്രൻ്റെ ഓർമ്മകളുടെ ലോകത്തേക്കുള്ള സംഗീത യാത്രയായി മാറി ഓരോ ഗാനവും. തേക്കിൻകാട് മൈതാനം പി ജയചന്ദ്രൻ്റെ ഓർമ്മയുടെ പൂരപ്പറമ്പായി മാറി. ജയരാജ് വാര്യർ അവതരിപ്പിച്ച അനശ്വര ഗായകൻ പി ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ കോർത്തിണങ്ങിയ മലർവാക കൊമ്പത്ത് എന്ന സംഗീത നിശയിൽ ഇന്ദുലേഖ വാര്യർ, എടപ്പാൾ വിശ്വനാഥൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ മനോജ്, റീന മുരളി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. കലാപരിപാടികൾ അവസാനിച്ചിട്ടും ഏവരുടെയും മനസ്സ് സ്വരമാധുര്യത്തിൻ്റെ ആസ്വാദനത്തിൽ തന്നെയായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും അനശ്വര ഗാനങ്ങളെ നെഞ്ചോട് ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.